നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗർഭിണിയായ യുവതി ഭർതൃവീട്ടിൽ മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതിയുടെ കുടുംബം. ഊരകത്ത് കഴിഞ്ഞ ദിവസം ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിച്ച് യുവതി മരിച്ച സംഭവത്തിലെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. കയ്പമംഗലം കാളമുറിയിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ബോണറ്റിനുള്ളിൽ മൂർഖൻ പാമ്പ് കയറിയത് പരിഭ്രാന്തി പരത്തി. മാപ്രാണത്ത് സ്ഥാനാർത്ഥിയുടെ വീടിനു നേരെ കല്ലേറ്. ബുധനാഴ്ച രാത്രി 9:30ഓടെയാണ് തളിയക്കോണം ചകിരി കമ്പനിക്ക് സമീപമാണ് സംഭവം. ജില്ലയിൽ പച്ചക്കറി വില കൂടുന്നു. മുരിങ്ങക്കായ, തക്കാളി, ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക, ബീട്രൂട്ട്, കോളിഫ്ലവർ എന്നിവയുടെ വില കുതിക്കുകയാണ്. വിശദമായ വാർത്തയിലേക്ക്. വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി ഭർതൃവീട്ടിൽ പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതിയുടെ കുടുംബം. അർച്ചന ഭർതൃവീട്ടിൽ വലിയ തോതിൽ മാനസിക ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചു. കൊലപ്പെടുത്തിയതാണെന്ന ആരോപണവും കുടുംബം ഉന്നയിച്ചു. മാട്ടുമല മാക്കോത്ത് വീട്ടിൽ ഷാരോണിന്റെ ഭാര്യ 20 വയസ്സുള്ള അർച്ചനയെയാണ് കഴിഞ്ഞ ദിവസം തീകൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മനക്കലക്കടവ് വെളിയത്ത് പറമ്പിൽ ഹരിദാസിന്റെയും ജിഷയുടെയും മകളാണ് മരിച്ച അർച്ചന. ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്ത വരന്തരപ്പള്ളി പോലീസ് ഷാരോണിനെ കസ്റ്റഡിയിലെടുത്തു. 7 മാസം മുൻപായിരുന്നു ഷാരോണിന്റെയും അർച്ചനയുടെയും പ്രണയ വിവാഹം. അന്നു മുതൽ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ അനുവദിക്കാറില്ലായിരുന്നുവെന്ന് അച്ഛൻ ഹരിദാസ് പറഞ്ഞു. വിവാഹത്തിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും മകൾ നല്ല നിലയിൽ ജീവിച്ചു കാണാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് ഹരിദാസ് പറഞ്ഞു. ഷാരോൺ സംശയത്തോടെയാണ് മകളെ കണ്ടിരുന്നതെന്നും ഫോൺ വിളിക്കാനും ഉപയോഗിക്കാനും അനുവദിച്ചിരുന്നില്ലെന്നും കുടുംബം പറഞ്ഞു. മകളെ ഒരിക്കൽ അളകപ്പനഗർ പോളിടെക്നിക്കിന് മുൻപിൽ വച്ച് അടിച്ചിരുന്നുവെന്നും ഇത് ചോദ്യം ചെയ്തപ്പോൾ അർച്ചനയെ കൊല്ലുമെന്നും ആരും ചോദിക്കാൻ വരണ്ടായെന്നുമായിരുന്നു ഷാരോണിന്റെ പ്രതികരണമെന്നും അർച്ചനയുടെ സഹോദരി അനു പറഞ്ഞു. പ്ലേസ്മെന്റ് കിട്ടി ചെന്നൈയിൽ ജോലിക്ക് പോയി. ജോലിക്ക് പോലും പിന്നെ വിട്ടിട്ടില്ല. വീട്ടൊക്കെ എടുത്ത് അവൾക്ക് കാനഡയിൽ സെറ്റിലാവണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഉപദ്രവിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. അർച്ചനയുടെ മരണത്തിൽ ശരിയായ അന്വേഷണം നടക്കണമെന്നും ഷാരോണിന്റെയും കുടുംബത്തിന്റെയും പങ്ക് പരിശോധിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ഒരുപാട് എന്നും ഫോൺ വിളിക്കാൻ സമ്മതിക്കാറില്ല. നിങ്ങളെ വിളിച്ചപ്പോൾ അവരെപ്പോഴും ഭയങ്കര സംശയമാണ്. അവന് എവിടേക്ക് പോകണമെങ്കിലും അവണ്ടാവും കൂടെ. ബുധനാഴ്ച വൈകിട്ട് മരിച്ച അർച്ചനയുടെ ഇൻക്വസ്റ്റ് നടപടികൾ രാത്രിയോടെ പൂർത്തിയാക്കി മൃതദേഹം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങുമെന്ന് അർച്ചനയുടെ കുടുംബം അറിയിച്ചു. ചാലക്കുടി ഡിവൈഎസ്പി VK രാജുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഊരകത്ത് കഴിഞ്ഞ ദിവസം ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിച്ച് യുവതി മരിച്ച സംഭവത്തിലെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന റീബോൺ എന്ന പേരിലുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് മറ്റൊരു ബസിനെ മറികടന്ന് വരുന്നതിനിടെ എതിർ ദിശയിൽ വന്നിരുന്ന സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരിയായ പൂച്ചിനിപ്പാടം സ്വദേശി തളിക്കുളം ജെറിയുടെ ഭാര്യ സ്നേഹ എന്ന യുവതിയാണ് മരിച്ചത്. പൊരുത്തിശ്ശേരി വില്ലേജ് ഓഫീസിലെ ജീവനക്കാരിയാണ്. അപകടത്തിൽ സ്കൂട്ടർ ഭാഗികമായി തകർന്നു. സ്നേഹ ബസ്സിനടിയിൽ അകപ്പെട്ട് തലയിലൂടെ ചക്രങ്ങൾ കയറിയിറങ്ങി. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചിരുന്നു. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ അമിത വേഗതയിൽ ഗതാഗത നിയമങ്ങളെല്ലാം തെറ്റിച്ച് ചീറിപ്പാഞ്ഞ് സർവീസ് നടത്തുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിട്ടും അധികാരികൾ നിസ്സംഗത തുടരുകയാണ്. ബസ് അപകടങ്ങൾ ഈ റൂട്ടിൽ തുടർക്കഥയാണ്. ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സർവീസ് ഒഴിവാക്കി എല്ലാ ബസ്സുകളും ഓർഡിനറി സർവീസാക്കി റൂട്ടിലെ ബസ്സുകളുടെ സമയക്രമം പുനഃക്രമീകരണം നടത്തണമെന്നാണ് ഭൂരിപക്ഷം യാത്രികരും ആവശ്യപ്പെടുന്നത്. കയ്പമംഗലം കാളമുറിയിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ബോണറ്റിനുള്ളിൽ മൂർഖൻ പാമ്പ് കയറിയത് പരിഭ്രാന്തി പരത്തി. കാളമുറി പടിഞ്ഞാറ് അകമ്പാടം കുഴിക്കണ്ടത്ത് അബ്ദുൾ കരീമിന്റെ വീട്ടിലെ പോർച്ചിൽ നിർത്തിയിരുന്ന കാറിനുള്ളിലാണ് പാമ്പ് കയറിയത്. ഇന്നുച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. ബോണറ്റിനുള്ളിൽ ചലനം കണ്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ഫോറസ്റ്റ് വകുപ്പിനും
റെസ്ക്യൂ ടീമിനും വിവരം നൽകുകയായിരുന്നു. വിവരം ലഭിച്ച് എത്തിച്ചേർന്ന ചാലക്കുടി ഫോറസ്റ്റ് റെസ്ക്യൂ വോളണ്ടിയർ കൂളിമുട്ടം അൻസാരി കാറിന്റെ ബോണറ്റ് സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം മൂർഖൻ പാമ്പിനെ പിടികൂടി. പിടികൂടിയ പാമ്പിനെ വനപാലകർക്ക് നിയമാനുസൃത നടപടികൾക്കായി കൈമാറുമെന്ന് റെസ്ക്യൂ ടീമിന്റെ അറിയിപ്പിൽ പറയുന്നു. മാപ്രാണത്ത് സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ കല്ലേറ്. ബുധനാഴ്ച രാത്രി 9:30 തളിയക്കോണം ചകിരി കമ്പനിക്ക് സമീപമാണ് സംഭവം. ഇരിങ്ങാലക്കുട നഗരസഭ 41 വാർഡ് LDF സ്ഥാനാർത്ഥി പാണപ്പറമ്പിൽ വിമി ബിജേഷിന്റെ വീടിന് നേരെയാണ് കല്ലേറുണ്ടായത്. വിമി തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി പുറത്തു പോയിരുന്നു. ഭർത്താവ് ബിജേഷ് വിദേശത്താണ്. വയോധികയായ അമ്മയും 2 മക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. കല്ലേറിനെ തുടർന്ന് അമ്മയും മക്കളും ഭയചകിതരാവുകയും ഉടൻ തന്നെ വിമിയെ ഫോണിൽ ബന്ധപ്പെടുകയുമായിരുന്നു. നാട്ടുകാർ സ്ഥലത്തെത്തി പോലീസിൽ വിവരമറിയിച്ചു. ഇരിങ്ങാലക്കുട പോലീസ് സ്ഥലത്തെത്തി CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ജില്ലയിൽ പച്ചക്കറി വില കൂടുന്നു. മുരിങ്ങക്കായ, തക്കാളി, ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക, ബീട്രൂട്ട്, കോളിഫ്ലവർ എന്നിവയുടെ വില കുതിക്കുകയാണ്. മുരിങ്ങക്കായ വില 400 കടന്നു. തക്കാളി വില ചില്ലറ വിപണിയിൽ 80 രൂപയിലെത്തി. മൊത്ത വിപണിയിൽ വെണ്ടയ്ക്ക 40, ക്യാരറ്റ് 35, ബീട്രൂട്ട് 45, ബീൻസ് 40, മുളക് 30, കോളിഫ്ലവർ 55 എന്നിങ്ങനെയാണ് വില. ചില്ലറ വിപണിയിൽ 5 രൂപ മുതൽ 10 രൂപ വരെ വില കൂടും. തമിഴ്നാട്ടിലും കർണാടകയിലും മഴ ശക്തമായതും മഞ്ഞുവീഴ്ചയും പച്ചക്കറി വിലയെ ബാധിച്ചു. പച്ചക്കറി വരവ് കുറഞ്ഞത് വില വർദ്ധിക്കാൻ ഇടയായി. ഏതാനും നാൾ കൂടി വില വർധനവ് തുടരുമെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഇതിനു പുറമെ കോഴിമുട്ടയുടെ വിലയും വർദ്ധിച്ചു. ഒരു മുട്ടയ്ക്ക് 7.5 രൂപയായി. 7 രൂപ വരെയാണ് പരമാവധി വില വന്നിരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കയറ്റുമതി കൂടിയതാണ് തിരിച്ചടിയായത്. നാമക്കലിൽ നിന്നുള്ള കയറ്റുകൂലിയും കടത്തുകൂലിയും ചേർത്ത് മൊത്ത വ്യാപാരികൾക്ക് 6 രൂപ 50 പൈസയ്ക്കാണ് മുട്ട കിട്ടുന്നത്. ഇവർ ചെറുകിട വ്യാപാരികൾക്ക് 6 രൂപ 70 പൈസയ്ക്ക് വിൽക്കും. ഇത് സാധാരണ കടകളിലെത്തുമ്പോൾ 7 രൂപ 50 പൈസയാകും. വരും ദിവസങ്ങളിൽ ഇനിയും വില കൂടുമെന്നാണ് പറയുന്നത്. ശബരിമല സീസൺ തുടങ്ങുമ്പോൾ സാധാരണ വില കുറയുകയാണ് പതിവെങ്കിലും ഇത്തവണ ദിവസവും വില കൂടുന്ന അവസ്ഥയാണ്. ഡിസംബർ ആകുന്നതോടെ കേക്ക് നിർമ്മാണം സജീവമാകുന്നതോടെ വില ഇനിയും കൂടുമെന്നാണ് വ്യാപാരികൾ നൽകുന്ന സൂചന. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 15 രൂപ കുറഞ്ഞു. ഗ്രാമിന് 11,710 രൂപ, പവന് 93,680 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗർഭിണിയായ യുവതി ഭർതൃവീട്ടിൽ മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതിയുടെ കുടുംബം. ഊരകത്ത് കഴിഞ്ഞ ദിവസം ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിച്ച് യുവതി മരിച്ച സംഭവത്തിലെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കയ്പമംഗലം കാളമുറിയിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ബോണറ്റിനുള്ളിൽ മൂർഖൻ പാമ്പ് കയറിയത് പരിഭ്രാന്തി പരത്തി. മാപ്രാണത്ത് സ്ഥാനാർത്ഥിയുടെ വീടിനു നേരെ കല്ലേറ്. ബുധനാഴ്ച രാത്രി 9:30 തളിയക്കോണം ചകിരി കമ്പനിക്ക് സമീപമാണ് സംഭവം. ജില്ലയിൽ പച്ചക്കറി വില കൂടുന്നു. മുരിങ്ങക്കായ, തക്കാളി, ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക, ബീട്രൂട്ട്, കോളിഫ്ലവർ എന്നിവയുടെ വില കുതിക്കുകയാണ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും.
തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.